ഹലോ കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എന്നിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി നൊസ്റ്റാൾജിയ എന്ന് പറയാം. ഒരു അടിപൊളി നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു കിടുക്കാച്ചി ഒരു ടേപ്പ് റെക്കോർഡറാണ്. നാഷണലിൻ്റെ ഒരു അടിപൊളി ഒരു കാസറ്റ് പ്ലെയറാണ്. അതിൻ്റെ നമ്പർ RX-H2 എന്ന് പറയുന്നൊരു മോഡലാണ്. 4 ബാൻഡ് സ്റ്റീരിയോ ഓഡിയോ കാസറ്റ് റെക്കോർഡാണ്. ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ അടിപൊളി ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. അതായത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഇത് മേടിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് കിട്ടിയില്ല. അതായത് ഇതിലൊന്ന് പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് നമ്മളൊരു സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനം. എന്നാൽ ഒരു കാലത്ത് എല്ലാ ഗൾഫുകാരുടെ വീടുകളിലും വീടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുന്ന ഒരു രാജാവെന്ന് പറയാം, രാജകീയമായിരിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇന്നിപ്പം ചില ആൾക്കാർക്കൊന്നും ഈ സാധനം വേണ്ട. ഇപ്പം കാസറ്റ് മാറി CD മാറി, പിന്നെ മെമ്മറി കാർഡും പിന്നെ യൂട്യൂബൊക്കെ വന്നതോടുകൂടി നമ്മുടെ ഈ അതിലിപ്പം പിന്മാറി, സാധനം ഇപ്പം ഇല്ല. എന്നാലും ഇത് നൊസ്റ്റാൾജിയ ഉണർത്തുന്നൊരു കിടു ഐറ്റമാണ്. എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇത് കണ്ട് പരിചയം കാണില്ല. ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കാസറ്റ് ഇട്ട് പാട്ട് കേട്ടിട്ടും ഉള്ളൊരു ഐറ്റമാണ്. എൻ്റെ കുഞ്ഞുനാൾ ഇത് മേടിക്കാനൊക്കെ എന്ന് വെച്ചാൽ അന്നൊക്കെ ഒരു 8-9 രൂപ വേണം ഈ സെറ്റിന്. എൻ്റെ കുട്ടിക്കാലം ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വില 8-9 രൂപക്ക് വരുന്ന ടൈമാണ്. ഓഡിയോ ക്വാളിറ്റിക്ക് എന്ന് വെച്ചാൽ ഓഡിയോ ക്വാളിറ്റി കിടു ഓഡിയോ ക്വാളിറ്റിയാണ്, അടിപൊളി സാധനമാണ്. എന്നാലും ഇന്ന് സർവീസ് ചെയ്തെടുക്കണം. ഒന്ന് ഇത് ആക്രിക്ക് കൊടുത്തത് എന്തോന്നാണ്, വീട്ടുകാരെന്തുകൊണ്ട് കൊടുത്തതെന്ന് അറിയില്ല. ഈ ഒരു രാജാവ് ഇളക്കി പണ്ട് കാലങ്ങളിൽ ഇളക്കി മറിച്ച ഒരു ഐറ്റമാണിത്. ഒരു കാലത്ത് ഇവൻ പാടിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ദാസേട്ടൻ്റെയും എല്ലാ ഗായകരുടെയും പാട്ടുകൾ നമ്മൾ ഇതുവഴി ഈ സെറ്റിൽ കൂടെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എഫക്റ്റും നൊസ്റ്റാൾജിയ ആയിരുന്നു. എന്നിട്ട് ഇന്ന് ആ കാലഘട്ടങ്ങളെല്ലാം പോയി. അതാണ് കൂട്ടുകാർക്ക് ഇങ്ങനെയുള്ളൊരു അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അന്നേരം അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.